മൊയ്തേരെന്താണ് ഇയാളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് നിങ്ങളാരും ചിന്തിക്കേണ്ട. ഇത് സോഷ്യൽ മീഡിയ യുഗമാണല്ലോ. ഏതൊരു വിഷയവും സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ഉസ്താദ് എന്ന നിലക്ക് അപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചാൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മൂപ്പര് മുസൽമാനാണ്, പാവങ്ങളുണ്ടാവും, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. മരിച്ചവരെ നമ്മൾ അവർക്ക് വേണ്ടി പാപമോചനം നടത്തണമല്ലോ, നന്മ പറയണമല്ലോ, നല്ല പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ മൂപ്പര് വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടോ മൂപ്പര് വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ ഈ സമുദായത്തിന് ചെയ്തു എന്നതുകൊണ്ടൊന്നുമില്ല, നമുക്ക് അറിഞ്ഞത് കൊണ്ടല്ല. ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ മൂപ്പര് ഏത് രംഗത്താണ് എന്നുള്ളത് അത് നമുക്കറിയാം. അപ്പോൾ കലാപൻ നവാസിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ നിലക്കാണ് വീഡിയോ ചെയ്യുന്നത്. ആരും ഈ വിഷയത്തിൽ മൂല്യരിപ്പോൾ എന്താ ഒരു സിനിമാ നടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അതാരും കരുതരുത്. ഈ നിലക്കാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആരും എപ്പോഴും മരിക്കുക, എങ്ങനെയാണ് മരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരണം എല്ലാവർക്കും ഉണ്ടല്ലോ സഹോദരന്മാരെ, എല്ലാവർക്കും മരണമുണ്ട്. അപ്പം നമ്മൾ നല്ല വഴി തിരഞ്ഞെടുക്കുക, നല്ല വഴികളിലൂടെ സഞ്ചരിക്കുക. അള്ളാഹു ഹറാമ് എന്ന് പറഞ്ഞ വഴികളുണ്ടല്ലോ അത് നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഇപ്പോൾ ഈ കലാപൻ നവാസ് പറഞ്ഞതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ മൂപ്പര് മരണത്തിൻ്റെ കുറച്ച് മുമ്പായിരിക്കും അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. എന്നാലും അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലുണ്ട് ഞാൻ മരിച്ചു, ഒരു നേതാവുണ്ട്, ഒരു പ്രപഞ്ചനാഥനുണ്ട്, എപ്പോഴും മരിക്കും എന്നുള്ളൊരു ബോധം മൂപ്പർക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ മൂപ്പരും കൂടി ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്ര വേഗം മരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ആരെയും പ്രതീക്ഷിക്കാതെ ചിന്തിക്കാതെ മാടി പിടിക്കുന്നൊരു പ്രതിഭാസമാണ് മരണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആര് മരിച്ചാലും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അവർക്ക് സ്വർഗം കൊടുക്കണേ, പോലെ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്യിപ്പിക്കുക. ഇൻഷാ അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും.